എമ്പുരാൻ എന്ന സിനിമയുടെ മുടക്ക് 141 കോടി രൂപയാണ്. ഈ തുക ആന്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞതാണെന്നാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. അതിൽ മോഹൻലാലിന്റെയോ സംവിധായകൻ പൃഥ്വിരാജിന്റെയോ വിഹിതം പോലും ചേർത്തിട്ടില്ല. അപ്പോ ഇത്രയേറെ പണം മുടക്കിയ ശേഷം കേരളത്തിലെ തിയേറ്ററിൽ നിന്നും പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് എത്രയാണ്? 100 കോടി കിട്ടിയാൽ തന്നെ അതിന്റെ 35 കോടി മാത്രമേ കയ്യിലെത്തൂ. OTTയും പാൻ ഇന്ത്യ റിലീസും ഒക്കെ വിജയിച്ചാൽ തന്നെ മറ്റൊരു 100 കോടി കിട്ടും. മലയാളത്തിൽ ഇറങ്ങി പാൻ ഇന്ത്യ വിജയിച്ച സിനിമകൾ തന്നെ ഇല്ല എന്ന് പറയാം. തമിഴ്നാട്ടിൽ നന്നായി ഓടിയ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഏക അപവാദം. അത് കൊടൈക്കനാലിലെ ഗുണ കേവ്സ് കൊണ്ടുവന്ന കാഴ്ചക്കാരാണ്. മലയാള സിനിമ പാൻ ഇന്ത്യ റിലീസ് ചെയ്താൽ അവിടെയുള്ള മലയാളികൾ കാണുമെന്നല്ലാതെ മറ്റാരും വരാറില്ല. അവരെയൊക്കെ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ ബാഹുബലി, പുഷ്പ പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മുടക്കുമുതലെങ്കിലും കിട്ടുക. അടൂർ ഗോപാലകൃഷ്ണനും ജി അരവിന്ദനും ജോൺ എബ്രഹാമും ഒക്കെ നിർമ്മിച്ചിരുന്ന സിനിമകൾ തിയേറ്റർ വിജയം കാംക്ഷിച്ചിരുന്നില്ല. അതുപോലെ ഒരു തികഞ്ഞ കലാരൂപം എന്ന നിലയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്നും എടുക്കേണ്ടി വരും. തിരിച്ചു കിട്ടില്ല എന്ന ബോധ്യത്തോടെയാകും അത് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ ജോൺ എബ്രഹാം ഒക്കെ ചെയ്തിരുന്നത് പോലെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് സിനിമ നിർമ്മിച്ച് അവ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാം.